ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഷാഹി തുക്കടയാണ് കേട്ടോ. ഷാഹി തുക്കട ഒരു സ്വീറ്റ് ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടത് കുറച്ചു ഫാറ്റായിട്ടുള്ള മിൽക്ക് എടുക്കുക, നന്നായിട്ട് എന്നിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ കുറച്ച് സാഫ്രൺ വേണിച്ച സാഫ്രൺ ഇടാം, കുറച്ച് ഇലൈച്ചി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷുഗർ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ അപ്പുറത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു കടായിൽ ഇത് കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. അത് ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് ഇതേമാതിരി പീസസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളത് നന്നായിട്ട് മിൽക്ക് നന്നായിട്ട് ബോയിലായിട്ട് കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് ബോയിലാവണം. നന്നായി ബോയിലായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരണം. നമുക്ക് നന്നായിട്ട് തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ഒന്ന് കൂളാവാൻ വേണ്ടി കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു പാത്രം ചെറിയൊരു ബോട്ടിൽ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്, പകുതി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ കുറഞ്ഞ് കൂള് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് കൂളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെടുത്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വയ്ക്കുക. അപ്പോൾ അതൊന്ന് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. നല്ല മിൽക്ക് നല്ല ബോയിലി ആയിട്ട് നല്ല തിക്കായിട്ട് കിട്ടണം കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡ് ഇതേമാതിരി നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേമാതിരി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നമ്മൾ ഈ ഷുഗർ സിറപ്പിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ഒന്നിട്ട് മറച്ചിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അതിനെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ ഉണ്ടാക്കിയ മിൽക്കിൻ്റെ ഇതിന് പറയുന്നത് റബ്ഡി എന്നാണ് പറയണത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിക്കായ ശേഷം പിന്നെ നമ്മൾ ഈ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് എടുത്തിട്ടുള്ള അത് ആ റബ്ഡിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് പിന്നെ കഴിക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് ഷുഗർ സിറപ്പിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് എടുക്കുക, രണ്ട് സൈഡിലും ഇട്ടിട്ട് കുറച്ച് നേരം ഇത് ചെയ്തിട്ട് നമ്മൾ ഒരു വേറെ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, പിന്നെ നമുക്ക് ആ മിൽക്ക് ഒന്ന് ഇത് ചെയ്യണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ മിൽക്ക് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഇത് ചെയ്യാം. ഇതിൽ നമുക്ക് ബദാം, പിസ്ത ഇതൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതും നമുക്ക് ഇടാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇത് ടൈമിലൊക്കെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ലഞ്ചിനും ഡിന്നറിനൊക്കെ നമുക്ക് ഇത് ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.